ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാർഡനിങ് ഷെഫ്. അപ്പോൾ ഇതാ ഞാൻ ഓരോരോ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തതിൻ്റെ കാണിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ അതിൽ വരുമല്ലോ. അപ്പോൾ അവർക്കൊന്നും അങ്ങനെ വീഡിയോയിലൊന്നും വരണത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് ചെന്ന സമയത്ത് ഇതുപോലെ കുട്ടികൾ വീഡിയോ കാണുമ്പോഴത്തേക്കും ഓടും കേട്ടോ. ഓടി ഓടി ഒരാളവിടെ തട്ടി മറിഞ്ഞൊക്കെ വീണു. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും എഴുന്നേറ്റ് ഓടണുണ്ട്. എനിക്ക് ചിരി വന്നത് കണ്ടപ്പോൾ. അപ്പോൾ അത് അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുട്ടികളെ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ചിരി വരുന്ന ആ സീനൊക്കെ ഓർത്തിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ മോരുകറി, കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇത്തിരി ഗ്രേവിയോടുകൂടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി കഴുകി ഇടുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്യാമറമാൻ പപ്പുവാണ് കേട്ടോ. അപ്പോൾ പപ്പു ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ തമാശയൊക്കെ പറഞ്ഞ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഓരോ സഹായങ്ങളൊക്കെ ചെയ്ത് തരണുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഓരോന്ന് എടുത്ത് തരാനും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ നേരെ വരാൻ മാത്രമേ മടിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ അരി കഴുകി ഇടുന്ന സമയത്ത് നമ്മളൊരു 5 മിനിറ്റൊക്കെ അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത്, നമുക്ക് ഇപ്പോൾ സമയമില്ല ധൃതിയിലൊക്കെ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് നമ്മൾ ഈ പരിപ്പ് കടലൊക്കെ കുതിർത്ത് വെക്കണ പോലെ അരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുക്കറിലിട്ടിട്ട് അതിൻ്റെ ആ വിസിൽ വരാറാകുമ്പോഴേക്കും അങ്ങോട്ട് ഓഫാക്കിയിട്ടാൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഒരുപാട് തണുത്തൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് വാർത്തെടുക്കണം. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ തേങ്ങാച്ചോറൊക്കെ വെക്കണ പോലെ കട്ട പിടിച്ച് പോകും. അപ്പോൾ അരിയൊക്കെ ഒന്ന് റെഡിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ നല്ല മഴ ഇടയ്ക്ക് പെയ്യണതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് വിൻഡോയിൽ കൂടി നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ മഴ കൊണ്ട് തണുപ്പായിട്ടൊക്കെ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ റീസൺ കൊണ്ടൊക്കെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അധികം ലേറ്റാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ട്രിവാൻഡ്രത്താണ് ശംഖുമുഖം ബീച്ചിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ ഞങ്ങൾ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര കാറ്റും ഒക്കെ ആയിരുന്നു. ഇവിടെ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരുമ്പോൾ ഒരുപാട് കാറ്റും തണുപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. മക്കളൊക്കെ അതേ ഒഴിഞ്ഞു മാറണുണ്ടോ ക്യാമറ കണ്ടപ്പോൾ പേടിയാണ് എൻ്റെ കൂടെ കുട്ടികൾക്ക് പുറത്ത് വരാനായിട്ട്. എവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഭയങ്കര കാറ്റായതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കാനൊന്നും സത്യം പറഞ്ഞാൽ പറ്റിയില്ല. ഈ മാറി മാറി വരണ നമ്മുടെ നാട്ടിലെ ഈ ചുഴലിക്കാറ്റും പ്രശ്നങ്ങളും മഴയും ഒക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള മഴകൾ, പിന്നെ പെട്ടെന്ന് തന്നെ മഴയും വന്നിരുന്നു കേട്ടോ. തുള്ളി തുള്ളിയായി പെട്ടെന്ന് മഴ വന്നിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ നിന്ന് നോക്കി ഞങ്ങൾ. അതിനിടയിൽ കണ്ട ഒരു പാവകളി. ഇത് നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യണത്. മ്യൂസിക് ഞാനങ്ങനെ മ്യൂട്ട് ചെയ്തിട്ടേക്കാണ്. അറ്റ് എ ടൈം തന്നെ 2 പാവകളെയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കണ്ടിരിക്കാനായിട്ട്. നമുക്കിങ്ങനെ കുട്ടികളും ഒക്കെ ഒരുപാട് ഭയങ്കര ക്രൗഡായി അവിടെ. ഞങ്ങൾ ഈ പോരുന്ന ടൈം ആയപ്പോഴേക്കും ഇപ്പോൾ പുള്ളി വന്ന് ഇങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് വേണമല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ ചെയ്ത് ജീവിക്കുന്നവർക്കൊക്കെ നല്ലൊരു കഴിവ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പ്രദർശിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ചൂട് ചായയും ബജിയും ഒക്കെ കഴിച്ചിട്ട് ഈ വണ്ടി കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം വന്ന് വണ്ടിയിൽ കയറിയിട്ട് ബീച്ചിൽ വെള്ളത്തിലേക്കോ അടുത്തേക്കോ ഒന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. അങ്ങനെ എല്ലാവരും കൂടി തിങ്ങിക്കൂടി കയറി നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അന്നായിരുന്നെങ്കിൽ ഭയങ്കര തിരക്കുമായിരുന്നു ബീച്ചിൽ. അപ്പം ഇനിയിപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി വേഗം പോന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ട്രിവാൻഡ്രം ലുലു മാളിലൊന്ന് പോയതാണ്. ലുലു മാളിൽ ഈ ട്രിവാൻഡ്രത്തുള്ള ലുലു മാൾ നല്ല സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതങ്ങനെയാണോ? ആർക്കെങ്കിലും അറിയാവുന്നവർ പോയിട്ടുണ്ടാവുമല്ലോ, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ഇവർ നല്ലൊരു അക്യൂറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോന്നു. ഫുഡെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് എന്തായാലും രാത്രി റാഗിയുടെ ദോശ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ റാഗിയുടെ ദോശ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് റാഗി മാത്രം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചട്ടിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ റാഗി ദോശ ഉണ്ടാക്കുന്നവർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുകൂടി പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെയ്യാറുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ.
പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലേക്ക് വരാം. കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. ഇത്ര നേരം ക്ഷമയോടുകൂടി വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.